ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവർച്ച കേസിലും പ്രതിയാക്കി. നേരത്തെ കട്ടിളപ്പാളി സ്വർണം തട്ടിപ്പിലായിരുന്നു പത്മകുമാറിനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും കഴിഞ്ഞ ദിവസം ദ്വാരപാലക ശില്പത്തിലെ കേസിനകത്തും ഇദ്ദേഹത്തിനെ പ്രതിയാക്കി. നമുക്ക് അറിയാം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ ജാമ്യം നിഷേധിച്ച് കൊണ്ട് ഉത്തരവുണ്ടായി. ആ ജാമ്യ നിഷേധം ജയശ്രീ എന്ന അവിടുത്തെ കമ്മീഷണർക്കായിരുന്നു. അവരുടെ അറസ്റ്റ് നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതി അത് നിരീക്ഷിച്ച് അവരാണ് ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോകാൻ ഉള്ള അനുമതിയുടെ പേപ്പറിൽ ഒപ്പിട്ടത്. അതാര് പറഞ്ഞിട്ടാണ് ആ ഒപ്പിട്ടത്? അത് കണ്ടെത്തണമെന്നാണ് കോടതി പറയുന്നത്. ഈ കേസിനകത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരുടെ മുകളിലുള്ള ഉന്നതരെ ആരും വിട്ടുകളയരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അവർ ഈ കേസിനകത്ത് പ്രതിയാക്കണം. രണ്ടാമത്, ദേവസ്വം ബോർഡ് കമ്മീഷണർ ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോകാനായിട്ട് ഉത്തരവിട്ടു. അവർ സ്വന്തമായിട്ടെടുത്ത തീരുമാനമാണോ? അവരുടെ അടുത്ത് ആരെങ്കിലും ഡയറക്ഷൻ കൊടുത്തോ? ആരാണ് ആ സെക്രട്ടറിക്ക് ഡയറക്ഷൻ കൊടുത്തത്? അത് ഏത് ഉന്നതനായാലും ശരി, അയാളെ പ്രതിയാക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. അവർ അസുഖത്തെ തുടർന്ന് അവരെ അസുഖം കാണിച്ച് അറസ്റ്റ് തടയണമെന്ന് കോടതിയിൽ പറഞ്ഞെങ്കിലും കോടതി ഇപ്പോൾ തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഇപ്പം കോടതി അവരുടെ അറസ്റ്റ് തടയുന്നത് അത് ക്യാൻസൽ ചെയ്തു. അത് അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല SITക്ക്. കാരണം അവർ പറയണം ആരൊക്കെയാണ് തന്നെ എടുത്ത് ഇത് ഒപ്പിട്ട് അയക്കാൻ പറഞ്ഞത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ റെക്കോർഡുകൾ ഇവരുടെ മുമ്പിൽ ഹാജരാക്കിയപ്പം അത് ഒപ്പിടാൻ അവരുടെ മുകളിൽ ഒരാളുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അല്ലാതെ അവർ ഒപ്പിടില്ല. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ദ്വാരപാലക ശില്പം, കട്ടിളപ്പടിയും സ്വർണം പൂശിയ ആ സാധനം വെളിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്ര ഉന്നതരായ ആരെങ്കിലും പറയാതെ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒപ്പിടില്ല. കാരണം അത് ഏറ്റവും വൈറ്റലായ ഒരു തീരുമാനമാണ്. അത് അടിമുടി ശബരിമലയിലെ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഭക്തിയും ബഹുമാനവും ഒക്കെ അതിനെതിരായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ ശബരിമലയിലെ ദേവൻ്റെ ആ വിഗ്രഹത്തിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ അവിടുത്തെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളി, ദാരുശില്പത്തിലെ സ്വർണ്ണപ്പാളി, ഇവയെല്ലാം വെളിയിലേക്ക് കൊണ്ടുപോകാനാണ്. ശബരിമലയുടെ മാനുവലിനകത്ത് ഒരു സാധനവും അവിടുന്ന് വെളിയിൽ കൊണ്ടുപോകാൻ ഒക്കില്ല. അവിടെ തന്നെ വേണം സ്വർണം പൂശാനും അങ്ങനെയുള്ള പണികൾ അവിടെ നടത്താൻ. ശബരിമലയ്ക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധനവും കൊണ്ടുപോകല്ല. അത് മാത്രമല്ല, അതിനകത്ത് ഉത്തരവിടുന്നത് എത്ര ശക്തിമാനായാലും ശരി അയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷണം. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലും വന്നു, ഡിവിഷൻ ബെഞ്ചിലും വന്നിട്ടുണ്ട്. അപ്പോൾ ജയശ്രീ തീർച്ചയായിട്ടും ആരൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഒപ്പിടുന്നതിന് അവരെ പ്രേരിപ്പിച്ചത്, അത് അവരുടെ മുകളിലുള്ള ഉന്നതനായ ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതുവരെ അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയാണ്. അതിൻ്റെ മുകളിലുള്ള ഉന്നതരാരായാലും ശരി അവരെ വിടരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. 2019 സ്വർണം പൂശാൻ തീരുമാനമെടുത്ത ബോർഡ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചുമതലപ്പെടുത്തിയത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു VIP പ്രഭാവലയം തീർത്തത്? അങ്ങനെ ഇയാളെ അവിടെ കൊണ്ടുവന്നത് ആരാണ് ഇയാളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്? അവിടെ ശബരിമലയിലെ ദേവൻ കഴിഞ്ഞ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി ഇയാളാണ് എന്നുള്ള രീതിയിൽ അയാൾക്ക് ഒരു പ്രഭാവലയം അവിടെ സൃഷ്ടിച്ചത് എങ്ങനെ? അതിൻ്റെ പിന്നിൽ ആര് കളിച്ചു? ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ട് ശബരിമലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്?
2017 മുതൽ അത് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 2017 ഇയാൾ അവിടെ ഉണ്ട്. അപ്പം 2019 പ്രശ്നമല്ല, അതിനു മുമ്പ് 2017 ഇയാൾ അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ആ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ ഇയാൾക്ക് അവിടെ ഇത്ര ഉന്നതമായ ഒരു സ്ഥാനം കൊടുക്കാൻ പ്രേരിപ്പിച്ചത്, കൊടുക്കാനുള്ള കാരണം? അതൊരു സാധാരണക്കാരനോ ഒരു ദേവസ്വം ബോർഡ് മെമ്പറോ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ ഇയാൾക്ക് അത്ര ഉന്നത സ്ഥാനം ശബരിമലയിൽ ലഭിക്കില്ല. അത് കുറച്ചുകൂടെ ഹയറായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥാനം ഇയാൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ മുകളിലേക്കുള്ളവരിലേക്ക് അന്വേഷണം നീളാൻ മടിക്കരുത് എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ രീതിയിലുള്ള അന്വേഷണം കാണാം. ആദ്യത്തെ നമുക്കറിയാം, ആദ്യത്തെ കേസിനകത്ത് ഇതുവരെ 10 പ്രതികളെ ചേർത്തിട്ടുണ്ട്. 11ാമത്തെ പ്രതിയായിട്ട് ഇപ്പം പത്മകുമാർ ഉണ്ട്. അതിനകത്ത് 10 പ്രതികളിൽ 4 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ആ 4 പേരെ നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം പ്രതി, 2ാം പ്രതി അതിനകത്ത് മുരാരി ബാബു, 3ാം പ്രതി സുധീഷ് കുമാർ, 4ാം പ്രതി KS ബൈജു. ഈ 4 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ തന്നെയാണ്. ആർക്കും ജാമ്യം ലഭിച്ചില്ല. അവരുടെ ജാമ്യമെല്ലാം തള്ളുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരെ ഉന്നതരിലേക്ക് അന്വേഷണം നീളും എന്നാണ് ഞാൻ കരുതുന്നത്.